വൺ പീസിലെ വൺ ഓഫ് ദ മിസ്റ്റീരിയസ് ആൻഡ് ഇലൂമിനാറ്റി ഗ്രൂപ്പാണ് ഫൈവ് വെൽഡേഴ്സ് അല്ലെങ്കിൽ ഗൊരോസ് എന്നറിയപ്പെടുന്നവർ. ഇമൂന് വേണ്ടി ആ ലോകത്തെ സേവിക്കുന്നവർ ആരാണെന്നോ ഇവരുടെ ഒറിജിൻ എന്താണെന്നോ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. ഈവൻ ഇങ്ങനൊരു കൂട്ടം ആ വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് പോലും പൈററ്റ്സ്, മറൈൻസ്, നോബിൾ ലീഡേഴ്സ്, സാധാരണ ജനങ്ങൾ തുടങ്ങി അങ്ങനെ ആർക്കും തന്നെ അറിയില്ല. മറൈൻസിനിടയിൽ തന്നെ ചുരുക്കം ചില അഡ്മിറൽസിനും ഫ്ലീറ്റ് അഡ്മിറലിനും അല്ലാതെ മറ്റാർക്കും ഇവർ ഉണ്ടെന്നോ എന്താണ് ഇവരുടെ ലക്ഷ്യങ്ങളെന്നോ യാതൊരു പിടിയുമില്ല. എന്നാൽ ഇവരെക്കുറിച്ച് അറിയാത്ത ജനങ്ങളുടെ സകലമാന ഡീറ്റെയിൽസും, അഥവാ അവരേത് ഐലൻഡിൽ താമസിക്കുന്നു, അവരെന്താണ് ചെയ്യുന്നത്, അവരേത് ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്, അവരുടെ വീക്ക്നെസ് എന്താണ് തുടങ്ങി അവരെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ തക്ക ഇമ്മോർട്ടൽ ശക്തി ഉള്ളവരാണ് ഈ ഫൈവ് വെൽഡേഴ്സ് എന്നറിയപ്പെടുന്നവർ. ഇപ്പോൾ റിയൽ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയല്ലേ. പൊളിറ്റീഷ്യൻസിനും ഗവൺമെന്റിനും എന്തിന് നമ്മൾ ഈ വിശ്വസിക്കുന്ന നിയമത്തിനും മുകളിൽ ഇവർ ഏവരെയും കൺട്രോൾ ചെയ്യുന്ന പല കറുത്ത കരങ്ങളും ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഇതുപോലെയാണ് വൺ പീസിലെ ഫൈവ് വെൽഡേഴ്സ് എന്നത്. ഇന്ന് ഇവരെ പറ്റിയുള്ള കുറച്ച് തിയറീസും തോട്ട്സും ഒക്കെ ഒന്ന് നോക്കാം. കൂടാതെ വീഡിയോ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡ് നമ്പർ 151, ചാപ്റ്റർ 233 തുടങ്ങിയവയിലാണ് ഇവരെ അവതരിപ്പിക്കുന്നത്. മരി ജോയ്സിലുള്ള ഒരു 5 അംഗ ഹൈ റാങ്കിംഗ് സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ഒരു കൗൺസിലാണ് ഈ ഫൈവ് വെൽഡേഴ്സ് എന്നത്. വേൾഡ് ഗവൺമെന്റിന്റെ ഹയസ്റ്റ് അതോറിറ്റി ആയതിനാൽ ഇവരിൽ ഓരോരുത്തർക്കും അവരുടേതായ ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്നതും കാണാം. ഇവർക്ക് കീഴിലാണ് ഡിഫൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി, ട്രാൻസ്പോർട്ടേഷൻ, ലോ തുടങ്ങി എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നെല്ലാം തീരുമാനിക്കുന്നത്. പാൻജിയ കാസ്റ്റിനുള്ളിലുള്ള MG ത്രോണിൽ ഉപവിഷ്ടയായിരിക്കുന്ന ദ ഗ്രേറ്റ് ഇമു എന്നിവർ വിശേഷിപ്പിക്കുന്ന ആ ലോകത്തിന്റെ ആരും അറിയാത്ത എന്നാൽ ഈ ഫൈവ് വെൽഡേഴ്സ് തുടങ്ങി ഏവരെയും കൺട്രോൾ ചെയ്യുന്ന ഏവരുടെയും രാജാവായ ഈ ഇമുവിനു വേണ്ടിയാണ് ഈ ഫൈവ് വെൽഡേഴ്സ് 800 വർഷങ്ങൾ തുടങ്ങി ഇപ്പോൾ വരെയും ജോലി ചെയ്യുന്നത്. അതിനാൽ ഇവർക്ക് ഇമ്മോർട്ടൽ ശക്തി ലഭിച്ചിരിക്കുന്നത് ഇമുവിൽ നിന്ന് തന്നെയാണ്. ഇനി ഇപ്പോഴുള്ള ഫൈവ് വെൽഡേഴ്സിന്റെ ലിസ്റ്റും അവരുടെ ഡിപ്പാർട്ട്മെന്റും അവർ ഏത് ഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു എന്നും നോക്കാം. ഒന്ന്, സെയിന്റ് മാർക്കസ് മാസ്, ഡിപ്പാർട്ട്മെന്റ് എൻവയോൺമെന്റ്, മാസ് എന്നതാണ് സെലസ്റ്റിയൽ മോട്ടീഫ്. 2, സെയിന്റ് ടോപ്മൻ വാർക്കുറി, ജസ്റ്റിസ് എന്നതാണ് ഡിപ്പാർട്ട്മെന്റ്, മെർക്കുറി എന്നതാണ് സെലസ്റ്റിയൽ മോട്ടീഫ്. 3, സെയിന്റ് നുസ്റ്റുരു, ഫിനാൻസ് എന്നതാണ് ഡിപ്പാർട്ട്മെന്റ്, വീനസ് ആണ് സെലസ്റ്റിയൽ മോട്ടീഫ്. 4, സെയിന്റ് ഷെപ്പർഡ് ജൂപ്പിറ്റർ, അഗ്രികൾച്ചർ ആണ് ഡിപ്പാർട്ട്മെന്റ്, ജൂപ്പിറ്റർ എന്നതാണ് സെലസ്റ്റിയൽ മോട്ടീഫ്. 5, സെയിന്റ് ഫിഗർലൻ ഗാർലിംഗ്, സയൻസ് ആൻഡ് ഡിഫൻസ് ആണ്, ക്രസന്റ് മൂൺ എന്നതാണ് സെലസ്റ്റിയൽ മോട്ടീഫ്. തുടങ്ങിയവരാണ് നിലവിലെ എൽഡേഴ്സ് എന്നറിയപ്പെടുന്നവർ. എന്നാൽ 5ാമതായി ഇപ്പോൾ ചാർജ് എടുത്തിരിക്കുന്ന ഫിഗർലൻ ഗാർലിംഗിന് മുമ്പ് സെയിന്റ് ജഗോഷ്യ സാറ്റൺ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഈ ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ എഗ്ഹഡിൽ ഉണ്ടായ ഇൻസിഡന്റിനു ശേഷം നീക്കയെ രക്ഷപ്പെടാൻ അനുവദിച്ച, അല്ലെങ്കിൽ നീക്കയെ ഇല്ലാതാക്കാൻ സാധിക്കാത്തതിനാലും വെഗാപാങ്കിലൂടെ ഇമുവിന്റെ പകുതി പ്ലാനും ലോകം മനസ്സിലാക്കി തുടങ്ങിയതോടെ ഇതിനെല്ലാം കാരണക്കാരനായ സെയിന്റ് സാറ്റന്റെ ഇമ്മോർട്ടാലിറ്റി ഇമു തിരികെ എടുക്കുന്നതിലൂടെ സെയിന്റ് സാറ്റന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കണ്ടിരുന്നല്ലോ. 800 വർഷങ്ങൾക്ക് മുമ്പ് ജോയ് ബോയ്ക്കെതിരെ തന്നെ ഇവർ ഒരു കാലത്ത് ജോയ് ബോയുടെ വിശ്വസ്തരായിരുന്നു എന്നൊരു തിയറിയുണ്ട്. എന്തിനായിരുന്നു ഇമുവിനൊപ്പം ചേർന്ന് ജോയ് ബോയെ ബിട്രൈ ചെയ്തതെന്നും ഇമുവുമായിട്ട് ഇവർക്കുള്ള കോൺട്രാക്ട് എന്താണ് എന്നൊന്നും ഇതുവരെയും ആർക്കും വ്യക്തമല്ല. എങ്കിലും വിൽ ഓഫ് ഡേ തടയാനും നീക്കയുടെ പ്രൊഫസി നടക്കാതിരിക്കുക എന്നതുമായിരുന്നു ഇവരുടെ പ്ലാൻ. അതിവർക്ക് ഏകദേശം പാലിക്കാൻ സാധിച്ചെങ്കിലും കറന്റ് ടൈം ലൈനിൽ നിന്നും 200 വർഷങ്ങൾക്ക് മുമ്പ് മരി ജോയ്സിലുണ്ടായ എമിത്ത് എന്ന ജെയിൻ റോബോട്ടിന്റെ ആക്രമണത്തോടെ ഇവർക്ക് സെക്യൂരിറ്റി പിന്നെയും കൂട്ടേണ്ടി വന്നു. 200 വർഷങ്ങൾക്കിപ്പുറം ഗോൾഡ് റോജർ എന്നൊരു പൈററ്റ് ഏൻഷ്യൻ കിങ്ഡത്തെയും ജോയ് ബോയിയെയും ആ വേൾഡിന്റെ ഹിസ്റ്ററി തന്നെ മനസ്സിലാക്കി പുതിയൊരു പൈററ്റ് ഇറക്കി തന്നെ ജന്മം നൽകുകയും ചെയ്തു. 20 വർഷങ്ങൾക്ക് ശേഷം വേൾഡ് ഗവൺമെന്റിന് തന്നെ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഒരു വാരിയർ ഓഫ് ലിബറേഷൻ ആ ലോകം രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചതിലൂടെ ഫൈവ് വെൽഡേഴ്സ് ഏവരും ഒന്നിച്ചു നിന്ന് അവനെ എതിർത്തിട്ടും അവനെ തടയാൻ സാധിച്ചില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് സാറ്റനെ ഇമു ഇല്ലാതാക്കി എല്ലാ എൽഡേഴ്സിനും ഒരു വാർണിംഗ് നൽകിയത്. ഒരുപക്ഷെ ഈ ഓരോ എൽഡേഴ്സും ഓരോ ഐലൻഡുകളെ റെപ്രസെന്റ് ചെയ്യുന്നവരാവാം. ലൈക്ക് സെയിന്റ് നുസ്റ്റുരുവിന് വാനോ ഐലൻഡുമായി എന്തോ കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ ഇദ്ദേഹം രൂമയുടെ തന്നെ സഹോദരനാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. വാനോയിൽ നിന്നും രൂമ അടക്കമുള്ളവർ ജോയ് ബോയുടെ ക്രൂവിൽ ഉണ്ടായിരുന്നവരാണ്. രൂമയെ ഡിഫേറ്റ് ചെയ്യാൻ ഇമുവിനൊപ്പം ചേർന്ന് ഇമ്മോർട്ടാലിറ്റി ഏറ്റുവാങ്ങിയതുമാവാം. ഇങ്ങനെയാവാം രൂമയെ നുസ്റ്റുരു ഡിഫീറ്റ് ചെയ്തതും. 800 വർഷങ്ങൾക്കിപ്പുറം രൂമയുടെ തന്നെ റീഇൻകാർണേഷനായി സൊറോ ജനിക്കുകയും ഈ കാലഘട്ടത്തിലെ വാരിയർ ഓഫ് ലിബറേഷനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നുസ്റ്റുരുവുമായിട്ടുള്ള ആദ്യത്തെ കോൺഫ്ലിക്റ്റിനും സൊറോ എഗ്ഹഡിൽ വെച്ച് തുടക്കം കുറിച്ചു. കൂടാതെ 800 വർഷങ്ങൾക്ക് മുമ്പ് ജോയ് ബോയുടെ ക്രൂവിൽ ഉണ്ടായിരുന്ന പകുതി പേരുടെയും, അഥവാ ജോയ് ബോയ് അടക്കം എല്ലാവരുടെയും ഒരു റീഇൻകാർണേഷനാണ് ഇപ്പോഴുള്ള സ്ട്രോ ഹാറ്റ് പൈററ്റ്സ് എന്ന് പറയപ്പെടുന്നു. മിത്തിക്കൽ സ്വാന്റെ ഫുൾ അവേക്കനിങ്
അവേക്കനിങ് പവറുമുള്ള ഈ എൽഡേഴ്സിന് അവരുടെ പവേഴ്സ് ഗ്രാൻഡ് ചെയ്തത് ഇമു ആണ്. ഇമു ഇവർക്ക് വേണ്ടി നൽകിയ ഈ ഡെവിൾ ഫ്രൂട്ടുകൾ അവരുടെ ഉള്ളിലുള്ള ഡിമോണിക് ശക്തികളെ അധികരിക്കുന്നവയാണ്. അതിനാൽ ഇങ്ങനെ അവേക്കനിങ് ചെയ്ത ഓരോ എൽഡേഴ്സും അൺനാച്ചുറലായ ശക്തികളുടെ ഉടമകളാകുന്നു. അതിനാലാണ് ഇവരെ ഇമുവിന് നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ സാധിക്കുന്നതും. ഒപ്പയൊപ്പെ നോമിയുടെ ശക്തി ഉപയോഗിച്ച് ഇമു ഇമ്മോർട്ടാലിറ്റിയെ കൈവരിച്ചെങ്കിലും ജോയ് ബോയ് ഉള്ള കാലത്തോളം ഒറ്റയ്ക്ക് തന്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്തതിനാലാവാം തന്റെ ഒപ്പം ലോയലായി നിൽക്കുന്നവരെ തിരഞ്ഞെടുത്ത് ഈ ഒരു പവറിന്റെ ഒരു അംശം ഏവർക്കും ഗ്രാൻഡ് ചെയ്തതും. അതിനാലാവാം ഇവരെല്ലാം നറൂട്ടോയിലെ പെയിന്റെ 6 അംശങ്ങൾ പോലെ പ്രവർത്തിക്കുന്നതും. ഡെവിൾ ഫ്രൂട്ടിന്റെ ശക്തികൾ കൂടാതെ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന മറ്റു പല ശക്തികളാണ് ഇൻസ്റ്റന്റ് റീജനറേഷൻ, ടെലിപാത്തിക് കമ്മ്യൂണിക്കേഷൻ, എലമെന്റൽ കൺട്രോൾ പ്ലസ് 3 ടൈപ്പ് ഓഫ് സുപ്പീരിയർ ലെവൽ ഹാക്കി. ഇവയിൽ കൂടാതെ ഓരോ എൽഡേഴ്സും ഓരോ ഗ്രഹങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനുള്ള കാരണം തന്നെ ഇവരുടെ വേൾഡുമായിട്ടുള്ള ഡിവൈൻ ശക്തികൾ വാരിയർ ഓഫ് ഗോഡ്സ് എന്ന പദവി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി കാണിക്കുവാനാണ്. ഗൊരോസെ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം തന്നെ 5 എൽഡർ സ്റ്റാർസ് എന്നാണ്, അഥവാ 5 എൽഡർ പ്ലാനറ്റ്. ബ്ലൂ പ്ലാനറ്റ് എന്നിവർ വിശേഷിപ്പിക്കുന്ന വൺ പീസ് വേൾഡിന്റെ 5 ഹൈ റാങ്കിങ് അതോറിറ്റി ആയതിനാൽ ഈ 5 പേരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് വേൾഡ് ഗവൺമെന്റിന്റെ ഫ്ലാഗ് പോലും ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിവേ, വരാനിരിക്കുന്ന ഫ്യൂച്ചർ ഇവന്റുകളിൽ ഇവരുടെയും ട്രൂ മോട്ടീവ് എന്താണെന്നും ഇവർ ആരായിരുന്നു എന്നെല്ലാം അറിയാൻ സാധിക്കുമായിരിക്കും. എന്താണ് നിങ്ങളുടെ തോട്ട്സ് എന്നെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.